അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, പരിശുദ്ധ റമദാനിന്റെ 26ാമത്തെ നോമ്പാണ്. അതായത് ഇനി ദിവസങ്ങളെന്ന് പറയാനില്ല, ഏതാനും മണിക്കൂറുകളാണ് നമ്മളിൽ റമദാൻ അവശേഷിക്കുക. റമദാൻ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹുവെ പടച്ചവനെ, ഈ റമദാൻ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പാവപ്പെട്ട ഞങ്ങളെപ്പറ്റി അനുകൂലമായി സാക്ഷി പറയുന്നൊരവസ്ഥ വരുത്തണേ അല്ലാ. അള്ളാഹുവെ, ഒരുപാട് റമദാനിൽ ഞങ്ങൾ സുന്നത്ത് നിസ്കരിച്ചു, അതുപോലെ തന്നെ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തു, ഞങ്ങൾ ഖുർആൻ ഓതി, ഞങ്ങൾ ദിക്റുകൾ പറഞ്ഞു, ഫർദായ കാര്യങ്ങൾ ചെയ്തു, അതുപോലെ വിശുദ്ധമായി ഖുർആൻ ഓതി, മറ്റുള്ളവരെ സഹായിച്ചു, ഇതുപോലുള്ള ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുത്തു, നന്മ കേട്ടു, നന്മ പഠിച്ചു, ഞങ്ങൾ നന്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച 26ാമത്തെ നോമ്പാണ്. വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നത് പുണ്യങ്ങളേറെ നിറഞ്ഞ ലോകവിശ്വാസികൾ കാത്തിരിക്കുന്ന 27ാം രാവാണ് അല്ലെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് എല്ലാ മുഅ്മിനീങ്ങളും കാതോർത്ത്, എല്ലാ മുഅ്മിനീങ്ങളും ഇബാദത്തുകളിൽ മുഴുകുന്ന രാവാണ് 27ാം രാവ്. അത് റമദാനിന്റെ 27ാം രാവും റമദാനിലെ അവസാനത്തേതും 4ാമത്തേതുമാകുന്ന വെള്ളിയാഴ്ച രാവും ഒന്നിച്ചു വരികയാണ്. ഇൻഷാ അല്ലാഹ് വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ ഇബാദത്തിൽ മുഴുകേണ്ട, ഇബാദത്തിൽ പങ്കെടുക്കേണ്ട സമയമാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്നത്തെ രാവിലും നാളത്തെ പകലൊക്കെയായി ഇൻഷാ അല്ലാഹ് വളരെ ജാഗ്രതയോടെ നമ്മൾ ഇബാദത്തിൽ മുഴുകുക, നല്ലവണ്ണം ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതിൽ ഒരുപാടൊക്കെ പോരായ്മയുണ്ട്, അതൊക്കെ പരിഹരിച്ച് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്താണ്. തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. ചെയ്തുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, റമദാനിലും പലരും പല അബദ്ധങ്ങളും ചെയ്തു പോയവരാണ്. അള്ളാഹുവേ, എല്ലാം പുറത്തു തരണേ അല്ലാ, എല്ലാം നീ മാപ്പാക്കണേ അല്ലാ എന്ന് നമുക്ക് തൗബ ചൊല്ലി ഈ മജ്‌ലിസ് നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൗബയുടെ വചനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ദുആകളുണ്ട്. അതിൽ ഒന്നാമതായി മഹത്തുക്കൾ പറയുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഏതാണത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കേവലം അതൊരു ദുആയല്ല, അത് തൗബയാണ്, പ്രവാചകരുടെ തൗബയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളും ആ ഒരു തൗബയുടെ വചനം ഏറ്റു പറയണം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടണം. പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر
تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين പവിത്രതകളേറെ നിറഞ്ഞ റമളാൻ, ഈ റമളാനിൻ്റെ മൂന്നാമത്തെ പത്ത്, ഈ മൂന്നാമത്തെ പത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനൻ നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم
അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. 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 വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാത്? അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫൂൻ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പം മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലും ഒക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസ്സാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4000-ഓളം വരുന്ന സ്വലാത്തുകളാണ് മൊത്തത്തിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4000-ലധികം വരുന്ന സ്വലാത്ത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറാദ് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു താല ആ മുറാദ്, ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതെന്നാണ്. അപ്പോൾ ഓരോ സ്വലാത്ത് പറയുമ്പോഴും ഓരോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹലാലായ മുറാദുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത്
നമ്മുടെ ഈ മൗലിദർക്ക് സാധാരണ ഓതുന്ന ഒരു രണ്ട് ബൈത്ത് ഉണ്ട്. പക്ഷെ അത് ബൈത്തിനേക്കാൾ ഉപരിയായതൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ വിശുദ്ധമായ റമദാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് വലിയ ഒരു കാവൽ കിട്ടേണ്ട മാസമാണ്. മാത്രമല്ല ഈ റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടണം, ഒരു സലാമത്ത് കിട്ടണം, ഒരു കാവൽ കിട്ടണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും കാവൽ കിട്ടാൻ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് എല്ലാവിധ ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന പുണ്യമായൊരു വചനമാണ്. നമുക്കിതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ
റബ്ബിർ റഹീം സലാമുൻ ഖൗലം മിർ 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 റബ്ബിർ റഹീം. പരിശുദ്ധ റമളാനിന്റെ 1 മുതൽ 30 വരെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്തിൽ. ഇപ്പോൾ 3-ാമത്തെ പത്തിൽ പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള 2 ദുആകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 ദുആ നമ്മൾ റമളാനിൻ്റെ ഏത് സമയത്തും പറയണം. ഏത് സമയത്തും നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ഈ ദുആ കഴിഞ്ഞിട്ട് 3 വട്ടം വീതം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്, ഉണ്ടാവണം. പ്രത്യേകിച്ച് അവസാനത്തെ 10ന്റെ ഈ പുണ്യമായ രാവുകളിലും പകലുകളിലും ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ 2 ദുആകൾ നമ്മൾ പറയാൻ മറന്നു പോകരുത്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ പള്ളിയിൽ പിന്നെ എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് അതൊരു ആദത്തായി പതിവായി പറയുന്നത് കൊണ്ട് പുരുഷന്മാർ പറയും, പലപ്പോഴും ഉമ്മമാരത് മറന്നു പോവാറുണ്ട്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 ദുആ മനസാന്നിധ്യത്തോടു കൂടി ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പറയണം. അതോടൊപ്പം തന്നെ റമളാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആ നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار.
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار പുണ്യമായ റമദാൻ ആ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകൾ സ്വലാത്തുകൾ തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്ക് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ ആമീൻ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഫാത്തിഹ ഓതാം الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
النار ربنا ارحم والدينا كما ربونا صغارا ربنا عليك توكلنا وإليك أنبنا وإليك المصير അർഹമർ റഹീമീനായ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇബാദത്തുകളുടെ എല്ലാ തരത്തിലുള്ള പോരായ്മകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ റമളാനിന്റെ അവസാനത്തെ രാവുകളുടെ പകലുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പാപമുക്തമായ ഒരു ജീവിതം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റമളാൻ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ, പ്രതികൂലമായ സാക്ഷിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ റമളാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ റബ്ബേ നിന്നോടടുക്കാനും ഞങ്ങൾക്ക് ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും അധികരിപ്പിച്ചു കിട്ടാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട പുണ്യമായ കാര്യങ്ങൾ അധികരിപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു, നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ, കരൾ കേടാക്കി കളയല്ലേ അല്ലാ, ശരീരം തളർത്തി കളയല്ലേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്, നല്ല മരണം തരണേ അല്ലാ. റബ്ബേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ മോശപ്പെട്ട മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരാണ്, ഉപ്പമാരാണ് ഒരുപാട് സമയമെടുത്ത് അവരുടെ മനസ്സിന്റെ മുറാദുകൾ എഴുതുകയാണ് റബ്ബേ, പറയുകയാണ് അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ കമന്റ് ആയിട്ടും അതല്ലാതെ നേരിട്ടും ഒക്കെ കണ്ടു പറയുന്നുണ്ടോ റബ്ബേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വേദനകളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധിയിലായവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. ഈ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലവാത്തുകൾ അർഹമായ പ്രതിഫലം എന്താണോ അത് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഇനിയുള്ള ഈ പുണ്യമായ റമളാനിന്റെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തരണേ അല്ലാ. അതിന്റെ മഹത്വം നേടിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ്. അല്ലാഹുവേ ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾ
ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.